അപ്പൊ ഇതാണ് നമ്മള് കോതമംഗലത്ത് കാണാൻ വന്ന നമ്മുടെ ആള്. ഒത്തിരി നാളായിട്ട് കാണാൻ വേണ്ടിട്ട് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ പറയുന്നത്? ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 6 മാസമായി. 6 മാസമായി. PCOD ഉണ്ടായിരുന്നല്ലേ? യൂട്രസിൽ മറ്റേ കൊഴുപ്പുകളൊക്കെ ആയിരുന്നു. അത് ഞാൻ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. എന്നിട്ടൊന്നും ആയില്ല. ഒരുപാട് വണ്ണം ഉണ്ടായിരുന്നു. 83 കിലോ തൂക്കം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് ഒരു 66 കിലോ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെയായി. അപ്പം ഞാൻ മെസ്സേജ് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പീരീഡ് ആയിട്ടില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ടെൻഷനൊന്നും അടിക്കണ്ട, ചിലപ്പോൾ ഉറക്കക്കുറവിൻ്റെ ആയിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സന്തോഷിച്ചു പറഞ്ഞു. ഇപ്പൊ ഏറ്റവും നല്ലൊരു സന്തോഷം ദൈവം തന്നില്ല. അതല്ല, ഞാൻ ഡിസംബർ 10-ാം തീയതി കാർഡ് മേടിച്ചുകൊണ്ട് വന്നു. 11-ാം തീയതി ഞാൻ രാവിലെ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവ് വന്ന് കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എല്ലാവരും പറഞ്ഞു, ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 1.5 മാസം അല്ല, സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി കാണിക്കണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കൂടിയ സ്കാൻ വെച്ച് ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് ചെറിയ ഡോട്ട് പോലെ കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളോട് പിറ്റത്തെ തിങ്കളാഴ്ച പോയി നമ്മുടെ മൂവാറ്റുപുഴ പ്രൈവറ്റിൽ ചെന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. കൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ സഭേൻ്റെ ഹോസ്പിറ്റലിലോട്ട് മാറി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ സ്കാൻ ചെയ്തപ്പോൾ പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ആഴ്ച കാണിക്കുന്നില്ലെന്ന്, വളർച്ചക്കുറവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു 26-ാം തീയതി വന്ന് ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. 26-ാം തീയതി ഞങ്ങൾ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ 1.5 മാസമായി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ഒരു വർഷം കൂടിയാണ് ഞങ്ങൾക്കിപ്പോൾ 24 വർഷമായി. 24 വർഷം. 2000 എനിക്ക് 8 വർഷമായപ്പം ഒന്ന് ഞാനിങ്ങനെ ആയതാണ്, അത് അബോർഷനായിപ്പോയി. അത് കഴിഞ്ഞിപ്പോൾ 24 വർഷം കൂടി ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവണം. 24 വർഷത്തെ കാത്തിരിപ്പല്ലേ ഇത്? അതിന്റെ സന്തോഷമാണല്ലേ രണ്ടുപേരുടെ കണ്ണില് കാണുന്നത്. അപ്പം എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്താന്ന് വെച്ചാൽ ഇത്തന്നെ ഞാൻ ഫോളോ ചെയ്താണ് ഞാൻ 83 കിലോന്ന് 74 കിലോ ആക്കിയത്. അതായത് എനിക്ക് എന്തൊക്കെ കഴിക്കണ്ടേന്ന് അറിയില്ല. അപ്പം ഇത്ത പറയണേ കേട്ടിട്ടുണ്ട്. ഒന്ന് ഷുഗർ, പിന്നെ നമ്മുടെ റെഡ് മീറ്റൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ ഒഴിവാക്കി 74 കിലോ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ 77.5 കിലോയിൽ നിന്ന് നിങ്ങളോട് ജോയിൻ ചെയ്ത് ഞാൻ 66 390 വരെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയായി. യൂട്രസിൽ മൊത്തം കൊഴുപ്പുകളാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡയറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അയ്യോ അതെ, എന്നോട് ഇത്ത പറയും ഞാനിപ്പോ ദീപം ഒന്നും ഇറങ്ങിയില്ലാത്ത ഞാനും ഇറങ്ങിയില്ല, എനിക്കിപ്പോ ഒരു രസം ഇപ്പൊ അതിനകത്ത് ഒന്നുമില്ലാന്ന് അങ്ങനെ പറയാ. അതേ ഒരു ഒന്നും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡയറ്റ് ഫോളോ? സൂപ്പറായ ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. 24 വർഷം കൂടി ഇതല്ലേ കിട്ടുന്ന ഒരു സന്തോഷം തമ്പുരാണ്ടാണെങ്കിലും അങ്ങോട്ട് നല്ലൊരു. ഞാനിങ്ങനെ ഒരു ഇതാവാന്ന് പറഞ്ഞ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമല്ലേ. അതിനിടയ്ക്ക് പ്രാർത്ഥന ഒരുപാട് റിസൾട്ടുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ അവരെന്താ പറയാ പ്രഗ്നൻസിയുടെ ആ ഒരു റിസൾട്ട് കാണിക്കുന്നത്. ഒത്തിരി റിസൾട്ടുകൾ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ കംപ്ലൈന്റ് ഉള്ളവരോടൊക്കെ പറയുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാനിങ്ങനെ കഴിച്ചാണ് ഉണ്ടായത് എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് നോക്ക്, ഞാൻ ഉണ്ടാവും ഓർത്താരും കഴിക്കണ്ട. എന്നാന്ന് വെച്ചാൽ അത് നമ്മുടെ ഇത് ഞാൻ കഴിച്ചു, എനിക്ക് ഒറ്റ വാശിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 60 കിലോ ആക്കണം മാക്സിമം. അന്നേരം എന്നോട് പറഞ്ഞായിരുന്നല്ലോ, എന്നോട് പറഞ്ഞു 5 കിലോയുടെ കുറയ്ക്കാനുണ്ട്, അതും കൂടെ കുറയ്ക്കുമ്പോൾ റിസൾട്ടുകൾ വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് പറയാറാണ്. അതൊരു റിസൾട്ട് മാത്രം ആഗ്രഹിച്ചൊരിക്കലും നമ്മൾ ജോയിൻ ചെയ്യരുത്. നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പലതായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ആ ഒരു പവർ, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അതാണ് നമ്മളീ കാണുന്നത്. എന്തായാലും വളരെ വളരെ സന്തോഷം. അപ്പൊ അതെ, നമ്മുടെ ഡയറ്റ് മിക്സ് കൊടുക്കാൻ പറ്റത്തില്ല, എന്തായാലും ഒരു ചെറിയ സ്നേഹ സമ്മാനമെങ്കിലും കൊടുക്കണ്ടേ. അപ്പം ഇതാണ് പറയാനുള്ളത്. ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്ന, അല്ല ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് നമ്മുടേതാണെന്ന് കഴിക്കുന്നവർ ഒന്നും പറയും. അതുമാത്രമല്ല, ഷെയർ ചെയ്ത് പോകുന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. കാര്യം എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും അല്ലേ ഇത് പറയാനുള്ളത്.
ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന്റെ ആളാണ് കേട്ടോ, ഞാനുമായിട്ടല്ല കോണ്ടാക്ട്. അല്ല, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും, കറക്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കും, അത് പറഞ്ഞു കൊടുക്കും. അതങ്ങനെ ആ ഒരു ട്രാക്കിൽ പോയോണ്ടാണ് നമുക്കത്. എനിക്ക് എന്റെ പൊന്നെ ഒന്നും പറയാനില്ല അതിനകത്ത്. ഡയറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തുണ്ടായിരുന്നു പറയാൻ? അയ്യോ, ഞാൻ ക്ഷീണിക്കില്ലാൻ പറഞ്ഞോണ്ടിരുന്നാ. എന്നിട്ട് എനിക്ക് 3ാമത്തെ പ്രാവശ്യം പൈസ തന്നു, ചോദിച്ചു പൈസ തന്നു മേടിക്കാനായിട്ട്. ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാറ്ററിങ്ങിൽ. അപ്പം അവിടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരുമാനമായല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ സാധനം മേടിക്കാൻ. ഞാൻ എപ്പോഴും കാണും വീഡിയോസൊക്കെ. എന്നാലും വളരെ സന്തോഷം, ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുക. എന്തായാലും നല്ലത്. അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ഞങ്ങളുടെ ഒരു പൊടി എന്തായാലും ഉണ്ടാവും. അത് പറഞ്ഞാൽ മതി. അത് കാര്യം അങ്ങനെയാണ് നമ്മൾ വീഡിയോ അങ്ങനെ ഒരു റിവ്യൂവിന് കൊടുക്കാറുള്ളതാണ്. അപ്പൊ ഇത്തവണ എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ഹെൽത്തി ആയിട്ട് പോവുക. എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല റിസൾട്ടിനായിട്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക വാട്സാപ്പിലേക്ക്. നിങ്ങളെയും തേടിയെത്തുന്ന നല്ല ആരോഗ്യപരമായ റിസൾട്ടുകളായിരിക്കും.